കേരള സ്റ്റേറ്റ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ റഫീഖ് മരക്കാർ, ബഹുമാനായ നമ്മുടെ നിമിഷങ്ങൾക്കകം അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മുഖ്യപ്രഭാഷണം നടത്താനായി സെക്രട്ടറി ശ്രീ റിജാസ് ഇബ്രാഹിമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏഷ്യ റീച്ച് പ്രസിഡന്റ് ശ്രീ ടി ബി നാസർ അവരുടെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. UAE നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീ സിയാദ് കൊടുങ്ങല്ലൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. UAE നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് നജ്മുദ്ദീനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ത്യൻ നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി റിനി സൂരജിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റേറ്റ് കൗൺസിൽ രക്ഷാധികാരി ശ്രീ കരീം പന്നിത്തളം അവരുടെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റിയാദ് സ്റ്റേറ്റ് കൗൺസിൽ പ്രസിഡന്റ് കബീർ പട്ടാബി അവരുടെ സ്നേഹപൂർവ്വം വേദിയിലേക്ക്, വിനി രാജേന്ദ്രനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ റിപ്പോർട്ട് അവതരണം നടത്തുന്ന ജോയിന്റ് സെക്രട്ടറി, കേരള സ്റ്റേറ്റ് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ജസി ജയ് അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ യോഗം ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പൊതുയോഗവും കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെ പുതുവർഷ ക്രിസ്മസ് ആഘോഷവും ഏറ്റവും മനോഹരമായ ഒന്നായി ഇന്നിവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഓർത്തുവെക്കാൻ തക്കവണ്ണമുള്ളതായി തീരട്ടെ എന്ന് ആദ്യമേ തന്നെ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലത്തെ ഞങ്ങളുടെ ഈ പ്രയാണത്തെ പറ്റി പറയുകയാണെങ്കിൽ, സെക്രട്ടറി എന്ന നിലയിൽ ചെറിയ ചെറിയ വേദനകളുടെയും നേട്ടങ്ങളുടെയും ഒരു 2 വർഷമാണ് കടന്നുപോയത്. ഞങ്ങൾക്കൊപ്പം ഒന്നിച്ചിരുന്ന വ്യക്തികൾ, ഞങ്ങളെ സഹായിച്ചവർ, തളർച്ചകളിലെല്ലാം ഞങ്ങൾക്ക് താങ്ങായവർ തുടങ്ങി നിരവധി പേർ ഈ 2 വർഷത്തെ യാത്രയിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിട്ടുണ്ട്. പേരെടുത്ത് ഓരോരുത്തരെയും പറഞ്ഞു പോയാൽ ഒരുപക്ഷെ അത് അപൂർണമായേക്കുമോ എന്ന ആത്മഭയത്താൽ ഞാൻ ആ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. നമ്മൾ ഒരുമിച്ച് നടന്നാണ് വഴിയുണ്ടായത്, ഇടമുണ്ടായത്, വെളിച്ചമുണ്ടായത്. ഇനിയും പുതിയ പുതിയ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴികൾ നമുക്ക് മുൻപിൽ തുറക്കപ്പെടണം. പുതിയ പുതിയ ഉയരങ്ങളെ നമ്മൾ തൊടണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാനായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ റഫീഖ് മരക്കാർ അവരുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകനായി ബഹുമാനായ ഫൗണ്ടർ ചെയർമാൻ എത്തിച്ചേർന്നിട്ടില്ല.
അദ്ദേഹം വന്നതിന് ശേഷം നമ്മൾ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുന്നതായിരിക്കും. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഹാർദവമായി തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിയുടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഗ്ലോബൽ ജോയിന്റ് സെക്രട്ടറി റിജാസ് ഇബ്രാഹിം, ഗ്ലോബൽ ജോയിന്റ് ട്രഷറർ PM സിദ്ദിഖ് എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. ചേർന്നിട്ടുള്ള മിഡിൽ ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് ഷിജി മാത്യു അവർകളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏഷ്യൻ റീജിയൻ വൈസ് പ്രസിഡന്റായ മുൻ പ്രസിഡന്റ് TB നാസർ അവർകളെ സ്വാഗതം ചെയ്യുന്നു. UAE നാഷണൽ പ്രസിഡന്റ് ശ്രീ സിയാദ് കൊടുങ്ങല്ലൂരിനെ ഇന്നത്തെ പരിപാടിയിലേക്ക് ചെയ്യുന്നു. നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് നജുമുദ്ദീൻ അവർകളെ സ്നേഹപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാഷണൽ കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് റിനി സൂരജ് അവർകളെ കൊള്ളുന്നു. സ്റ്റേറ്റ് കൗൺസിലിന്റെ രക്ഷാധികാരി ശ്രീ കരീം പന്നിത്തടം അവർകളെ സ്വാഗതം ചെയ്യുന്നു. കൗൺസിൽ പ്രസിഡന്റ് കബീർ പട്ടാമ്പിയെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് മിനീര ഈ പൊതുയോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഫോറം കോർഡിനേറ്റർമാർ, മറ്റ് കൗൺസിലുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട അംഗങ്ങൾ, നിങ്ങളുടെ കയ്യൊപ്പ് പതിഞ്ഞത് കൂടിയാണ് ഞങ്ങളുടെ ഈ പ്രയാണം. അണികളില്ലെങ്കിൽ നേതാക്കന്മാരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറുന്നു. നന്ദി, നമസ്കാരം. കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് റഫീഖ് പരക്കാരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരാശംസകൾ നേരുന്നതോടൊപ്പം കഴിഞ്ഞുപോയ ക്രിസ്മസ് ദിന ആശംസകൾ നേരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ സജി, സ്റ്റേറ്റ് ട്രഷറർ, ജോയിന്റ് ട്രഷറർ SCJ, സ്റ്റേറ്റ് ട്രഷറർ കബീർ റഹ്മാൻ, ഇന്നത്തെ ഇവിടെ ആശംസകൾ അറിയിക്കുന്ന മിഡിൽ ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് ഷിജി മാത്യു, ഏഷ്യ റീജിയൻ വൈസ് പ്രസിഡന്റ് TB നാസർ, നേതാക്കളെ, സ്റ്റേറ്റ് അംഗങ്ങളെ, പ്രിയപ്പെട്ട WF കുടുംബാംഗങ്ങളെ, നമുക്കറിയാം കഴിഞ്ഞ 2 വർഷക്കാലം ഈ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നിരവധി കാര്യങ്ങൾ, നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് വേൾഡ് മലയാളി ഫെഡറേഷന് സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷം ഏറ്റവും അഭിമാനകരവും ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു തർക്കങ്ങളോ വാക്കേറ്റമോ അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളോ ഒന്നുമില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ച് പോയി എന്നുള്ളതിൽ ഏറ്റവും അഭിമാനവും സന്തോഷവും ഞാൻ പങ്കുവയ്ക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ നിന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യം തന്നെ നന്ദി പറയുന്നു. വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ കീഴിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു പരിപാടി ചെയ്യാനായിട്ട് ഒരു ആലോചന നടത്തി എന്തെങ്കിലും തട്ടിക്കൂട്ടി പരിപാടി നടത്തുക എന്നുള്ളതല്ല. അത് ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് അർഹമായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഈ ചാരിറ്റി ചെയ്യുന്നത് അത് അർഹമായ കൈകളിൽ, അർഹതയുള്ളവരുടെ കൈകളിൽ എത്തിക്കാനായിട്ട് നമ്മളുടെ ഓരോ അംഗങ്ങളും, ഭാരവാഹികൾ മാത്രമല്ല ഞാൻ പറഞ്ഞത്, കേരളത്തിലെ കൗൺസിലുകളും പാലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നത്, ഇപ്പോൾ നേരത്തെ നമ്മൾ ഒരു മീറ്റിംഗ് വിളിക്കാൻ പോലും നമ്മൾ രജിസ്ട്രേഷൻ ഫീ വെച്ചപ്പോൾ തന്നെ പല അംഗങ്ങളും ചോദിച്ച ചോദ്യമുണ്ട്. കാരണം ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ചിലപ്പോൾ തലേന്ന് ഇന്നലെ വന്ന് ഇവിടെ താമസിച്ച ആളുകളുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് വരുമ്പോൾ യാത്രാ ചെലവും ഇവിടെ നിന്നുള്ള താമസ സൗകര്യം ഇതെല്ലാത്തിനും ചിലവാണ്. അതിൻ്റെ കൂടെ രജിസ്ട്രേഷൻ ഫീകൾ വരുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്ന രീതിയിൽ അവർ സംസാരിച്ച് നമുക്ക് മനസ്സിലായി. സ്വാഭാവികമായിട്ടും അത് പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ ശരിയാണത്. കാരണം എറണാകുളം ജില്ലയിൽ നടത്തുന്ന പരിപാടി എറണാകുളത്തുള്ളവർക്ക് അത്ര വലിയ ചിലവരില്ല. പക്ഷേ വയനാട്, കാസർഗോഡ് അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് ദൂരെ നിന്ന് വരുന്ന ഓരോ അംഗങ്ങൾക്കും അതൊരു കൂടെ നമ്മുടെ ടീം തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ട ഭക്ഷണവും താമസ സൗകര്യവും ഫോൺ അടക്കം കൊടുത്തുകൊണ്ട് അവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ആളാണ്. അന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി അന്ന് വിളിച്ചിട്ട് മോദിയുടെ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ പ്രതിനിധിയായിട്ട് ചന്തു പങ്കെടുത്തു എന്നുള്ളതാണ്. അത് നമ്മുടെ സംഘടന കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ്.
ഒരു പ്രധാനമന്ത്രി ഒരു മീറ്റിങ്ങിൽ നമ്മളുടെ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഒരു പ്രതിനിധിയുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സംഘടനയുടെ വളർച്ച എവിടത്തോളം എത്തി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ 24 ന്യൂസ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നാണെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അംഗങ്ങൾ പോലും, നമ്മളുടെ ഈ കൂടെ ഉള്ള നമ്മുടെ WFൻ്റെ അംഗങ്ങൾ പോലും നമ്മുടെ വേൾഡ് മലയാളി ഫെഡറേഷൻ ഇതിനകത്ത് ഇടപെട്ടു എന്ന് അറിയുന്നത് പോലും ഈ ന്യൂസ് വന്നതിന് ശേഷമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും, ഇപ്പോൾ ചന്തു ഒരു വ്യക്തി മാത്രമാണ്, നമ്മുടെ സംഘടന പ്രതിനിധി മാത്രമാണ്. അതുപോലെ നിരവധി ചന്തുമാരി, പേര് പുറത്ത് പറയാത്തതും അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള നിരവധി നമ്മളുടെ അംഗങ്ങളുണ്ട്. ഇവരെല്ലാവരും നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഇപ്പോൾ ഇരിക്കുന്ന നേതാക്കന്മാരാണെങ്കിലും ഓരോ അംഗങ്ങളാണെങ്കിലും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. ഈ സംഘടനയിലേക്ക് വന്നപ്പോൾ അവരെല്ലാം മനസ്സിലുള്ള ഒരു കാര്യവും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അവർ പ്രതീക്ഷയിൽ വന്ന ആളുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗ്ലോബൽ ജോയിന്റ് സെക്രട്ടറി ശ്രീ റിജാസ് ഇബ്രാഹിം ക്ഷണിച്ചു. മുഖ്യ പ്രഭാഷകൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ശരി വന്നു. ഞാനങ്ങനെ പ്രഭാഷണം നടത്തിയോ അല്ലെങ്കിൽ പ്രസംഗം നടത്തിയൊന്നും ശരിയില്ല. എന്നെ അറിയാത്തവർക്കായി ഒന്ന് പരിചയപ്പെടുത്താൻ. എൻ്റെ പേര് റിജാസ് ഇബ്രാഹിം. ഞാൻ ഇവിടെ എറണാകുളം സ്വദേശിയാണ്, ഖത്തറിലാണ്. ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറിയാണ്. മുഖ്യ പ്രഭാഷണം എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടത്. എന്നാലും WMFനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല. നമ്മളൊരു സ്നേഹത്തോടെയും സഹകരണത്തോടെയും മുന്നോട്ട് പോകുന്ന ഒരു സംഘമാണ്. നമ്മൾ 167 രാജ്യങ്ങളിൽ ഉണ്ട്. അതായത് എനിക്ക് പറയാനുള്ളത്രേ ഉള്ളൂ, 167 രാജ്യങ്ങളിൽ നമ്മൾ എത്തിപ്പെട്ടാൽ നമുക്ക് കയറി താമസിക്കാൻ ഒരു വീടുണ്ട്. അതാണ് ഈ സംഘടന. ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്കോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ സുഹൃത്തുക്കൾക്കോ ഒരാവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 hour നമ്മളത് നടത്തിയിരിക്കും. ഇതാണ് WMFന് ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്, പ്രാദേശികമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകളുണ്ട്. നമുക്കൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. എന്നിരുന്നാലും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരു വിത്തിൻ ചെറിയൊരു ടൈം ലിമിറ്റിനുള്ളിൽ ഏത് രാജ്യത്തും നമുക്കൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ നമുക്കോ നമ്മുടെ ആളുകൾക്കോ WMF ഉപകരിക്കും. ഇത്രയേ ഉള്ളൂ WMF കുറിച്ച് സംസാരിക്കേണ്ട. ഇപ്പം നമ്മുടെ റഫീഖ പറഞ്ഞു നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു, ജസ്റ്റ് എക്സാമ്പിൾ, പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു UAE-യിലും ഖത്തറിലും പഠിക്കുന്ന MBBS-ന് യുക്രൈനിൽ പോയി പഠിക്കുന്ന കുട്ടികളെ കുറിച്ചൊരു അറിവില്ല. യുക്രൈൻ റഷ്യ യുദ്ധം സമയത്ത് അങ്ങനെ ഒരു പാരൻ്റ് വിളിച്ചിട്ട് നമ്മളുടെ ഗ്ലോബൽ ഹെഡ് ഡെസ്കിൽ ഒരു പാരൻ്റ് ഒരാൾ വഴി അറിയിക്കുകയാണ് അവരുടെ കുട്ടികൾക്ക് റേഞ്ച് ഇല്ല. അവർ പോളണ്ട് ബോർഡറിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളെല്ലായിടത്തുള്ള സംഘടനയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ളത്. അങ്ങനെയാണ് നമ്മളുടെ ഗ്ലോബൽ നേതാക്കൾ ഈ പറഞ്ഞ പോലെ പ്രിൻസാദ്, പൗലൂസ്, നമ്മുടെ നൗഷാദ് ആലുവ, അതുപോലെ ആനി, ഇവരൊക്കെയുള്ള ആ ഒരു നേതൃത്വം പെട്ടെന്ന് പോളണ്ടിലുള്ള നമ്മുടെ ചന്തു എന്ന് പറഞ്ഞ കോർഡിനേറ്ററെ വിളിക്കുകയാണ്. ഈ കോർഡിനേറ്റർ അവർ ആ ഒരു കുട്ടിയുടെ ഒരു നമ്പർ കിട്ടുന്നു. ഈ MBBS-ന് പഠിക്കുന്ന കുട്ടി ഈ യുദ്ധത്തിൻ്റെ അതിൽ ഇടയ്ക്ക് ആ ഫോൺ നമ്പർ ആക്റ്റീവ് ആവുള്ളൂ. അങ്ങനെ ആക്റ്റീവായ സമയത്ത് ഈ ചന്തു വിളിക്കുന്നു. അവർ പറയുന്നത് ഞങ്ങൾ പോളണ്ടിൻ്റെ ഇന്ന ബോർഡറിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ചന്തു നമ്മുടെ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ അന്ന് അവിടുത്തെ കോർഡിനേറ്ററാണ്. ചന്തുവും കൂട്ടുകാരും കൂടി ഇവരെ ബോർഡറിൽ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു. ഈ 2 കുട്ടികളെ സ്വീകരിക്കാൻ പോയ ചന്തു അവിടെ നിന്ന് ഏറ്റെടുക്കുന്നത് 90 കുട്ടികളാണ്. മലയാളികളല്ല, മലയാളികളും ഇന്ത്യക്കാരും ഈവൻ പാകിസ്ഥാനികൾ ഉൾപ്പെടെ 90 കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുകയാണ്. ചന്തുവിൻ്റെ വലിയൊരു ഗോഡൗണിൽ ഇവർക്ക് താമസ സൗകര്യം ഒരുക്കുന്നു. ഓരോ രാജ്യങ്ങൾക്കും പോകേണ്ട ഫ്ലൈറ്റുകൾ അതാത് രാജ്യങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ അവരെ അവിടെ എയർപോർട്ടിലോട്ട് എത്തിക്കുന്നു. അവരെ സുരക്ഷിതമായിട്ട് നാട്ടിലോട്ട് എത്തിക്കുന്നു. അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ദേശമില്ല. പാകിസ്ഥാനികൾ ഇന്ത്യൻ പതാക പിടിച്ചുകൊണ്ടാണ് ചന്തുവിൻ്റെ അവിടെ നിന്ന് പോകുമ്പോൾ ഫോട്ടോ എടുത്തത്. ഇത്രയുള്ളൂ WMF. ഏകദേശം എൻ്റെ പ്രഭാഷണം കൃത്യമായി എനിക്ക് തോന്നുന്നു. ഇത്രയുള്ളൂ WMF. നമുക്ക് ഇപ്പം നമ്മളുടെ കൺവെൻഷൻ നടക്കാൻ പോകുന്നു. നമ്മളുടെ എന്താണ് ക്യാപ്ഷൻ? സ്നേഹത്തിലൂടെയും സഹകരണത്തിലൂടെയും മാറ്റത്തിന് തിരികൊളുത്താം. എന്താണ് മാറേണ്ടത് എനിക്ക് ഉത്തരവില്ല. എന്നാലും നമ്മൾ മാറും. എങ്ങനെ മാറും? നമ്മൾ ഈ ലോകം മുഴുവൻ ഒന്നിച്ച് മലയാളികൾ നിന്നുകൊണ്ട്
നമ്മുടെ കേരളത്തിലൊരു മാറ്റം. അതെങ്ങനെ മാറ്റം വരുത്താമെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം നമ്മളിപ്പോഴും 10 വർഷമാകുന്നു, നമ്മളിപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് WMF. ഇപ്പോൾ WMF ഒരു 167 രാജ്യങ്ങളിലായി ശക്തമായ നേതൃത്വങ്ങൾ, അത് കീഴ്ഘടകങ്ങൾ മുതൽ മേലോട്ട് വരെ ശക്തമായ നേതൃത്വങ്ങളുണ്ട്, ശക്തമായ വനിതാ പ്രാതിനിധ്യങ്ങളുണ്ട്. ഇവിടെ തന്നെ കേരളത്തിലറിയാം സിന്ധു ചേച്ചി, ഗ്ലോബലിൽ ആനി, അങ്ങനെ ഒരുപാട് പേര് ശക്തമായ വനിതാ പ്രാതിനിധ്യങ്ങളുണ്ട്. അപ്പോൾ വനിതകളുടെ സംരക്ഷണം, അതുപോലെ തന്നെ കുട്ടികളുടെ സംരക്ഷണം, പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് മുഖ്യ പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ഒരു ഘടകമാണ് കേരള സ്റ്റേറ്റ് കൗൺസിൽ എന്നുള്ളത്. ഇപ്പോൾ ഇവർ നമ്മുടെ റഫീഖ പറഞ്ഞപ്പോൾ പറഞ്ഞു യാതൊരു പ്രശ്നങ്ങളില്ലാതെ പോയ ഒരു കമ്മിറ്റിയാണ് കഴിഞ്ഞ കമ്മിറ്റി. അതുപോലത്തെ കമ്മിറ്റികളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടിയും പറഞ്ഞു, സാമ്പത്തികം. നമ്മുടെ റഫീഖ പറഞ്ഞ സജഷൻ, അതായത് നമ്മൾക്ക് ഒരിക്കലേ മെമ്പർഷിപ്പ് ഉള്ളൂ, ലൈഫ് ടൈം മെമ്പർഷിപ്പാണ്. ഇയർലി റിന്യൂവൽ ഫീ ഒന്നും തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട ഫൗണ്ടർ ചെയർമാൻ, ഈ സംഘടനയുടെ സ്ഥാപക നേതാവ് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഹാർദവമായി സ്വാഗതം ചെയ്യുക. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു കഴിഞ്ഞാൽ നല്ല നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മളുടെ കരുത്തനായ നേതാവ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തതാണ്. എന്നാലും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. യോഗത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടകൻ നമ്മുടെ ബന്ധപ്പെട്ട ഫൗണ്ടർ ചെയർമാൻ ശ്രീ പ്രിൻസിപ്പൽ കുന്നേൽ സാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രിൻസിപ്പലിനെ ക്ഷണിച്ചോളൂ. ഏറ്റവും പ്രിയപ്പെട്ട WMF-ന്റെ നേതാക്കന്മാരെ, പ്രത്യേകിച്ച് കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് റഫീഖ്, സിന്ധു, കബീർ, മറ്റ് ലോക നേതാക്കളെ, നമുക്ക് ദുബായിൽ പോയിരുന്നതാണ്, എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നും നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്നും ഓരോ അംഗങ്ങളും തിരിച്ചറിയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് UK-യിലുള്ള ഒരാൾ നമ്മളുടെ അടുത്ത് വിളിച്ചു പറയുമ്പോൾ റാസൽ ഖൈമയിൽ നമ്മുടെ ആളുകൾ പ്രവർത്തിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ദൈവികത എന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ മനുഷ്യത്വം ഞാൻ പറയും. നമ്മൾ പല മതവിശ്വാസികളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യം, ആ വിശ്വാസത്തെക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മൾക്ക് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇത്തരം നന്മകൾ ചെയ്യുമ്പോൾ 10 വർഷം പൂർത്തിയാക്കുന്നു. 2026 തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ സമവായത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ ഹെഡ്ക്വാർട്ടേഴ്സ് വിയന്നയാണ്, പക്ഷേ ഇതിൻ്റെ കൂടുതൽ വർക്ക് നടക്കുന്നത് കേരളമാണ്. ചുരുക്കത്തിൽ അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത് കേരളത്തിലാണ്. അപ്പം ഇനി വരാൻ പോകുന്ന സംവിധാനത്തിന് എന്താ പറയുക, അഭിനന്ദനങ്ങൾ. നമുക്ക് ഒരുമയോടെ കൈകോർത്ത് മുന്നോട്ട് പോകാം. എല്ലാവരുടെയും സമൂഹത്തോടുകൂടി ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ചടങ്ങിന്റെ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗ്ലോബൽ ജോയിന്റ് ട്രഷറർ ശ്രീ PM സിദ്ദീഖിനെ ക്ഷണിച്ചു. ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പ്രിൻസിപ്പൽ കുന്നേൽ, വേദിയിലുള്ള WMF എല്ലാ ജില്ലാ, സ്റ്റേറ്റ്, നാഷണൽ, റീജിയണൽ, ഗ്ലോബൽ കമ്മിറ്റികൾ, പുതിയ ഈ 13 പേരിൽ നിന്നും 22 നോമിനേഷനാണ് ഈ വർഷ ക്യാബിനറ്റിൽ വന്നത്. അങ്ങനെ അത് ഇലക്ഷനിലൂടെ 13 കമ്മിറ്റിയെ കണ്ടെത്താനാണ് ആദ്യം തീരുമാനിച്ചെങ്കിലും നമ്മളൊരു ഇലക്ഷൻ വേണ്ട എന്നുള്ള ഒരു തീരുമാനം ക്യാബിനറ്റ് എടുക്കുകയും ഒരു സമവായത്തിലൂടെ 13 പേരെ കണ്ടെത്തുക എന്ന ഒരു തീരുമാനത്തിലാണ് നമ്മുടെ ക്യാബിനറ്റ് എത്തിച്ചേർന്നത്. വരാൻ പോകുന്ന ഭാരവാഹികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുന്നു. നമ്മുടെ റിപ്പോർട്ട് വായിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ജിസീഷ് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. 3/2/2024 മുതൽ 31/10/2025 വരെയുള്ള WMF കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെ പ്രവർത്തന റിപ്പോർട്ട്
വേൾഡ് മലയാളി ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെ പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനം ഏറ്റെടുക്കലും 3/2/2024 ശനിയാഴ്ച എറണാകുളം പ്രസിഡന്റ് ടി വി നാസർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ മുൻ സെക്രട്ടറി ബിപിൻ സണ്ണി സ്വാഗതം പറഞ്ഞു. ഗ്ലോബൽ പ്രസിഡന്റ് പൗലോസ് തേപ്പാല മുഖ്യ അതിഥിയായിരുന്നു. ഗ്ലോബൽ ജോയിന്റ് ട്രഷറർ VM സിദ്ദിഖ് മുഖ്യ പ്രഭാഷണവും ഗ്ലോബൽ ജോയിന്റ് സെക്രട്ടറി റിജാസ് ഇബ്രാഹിം ആശംസകൾ നേരുകയും ചെയ്തു. 2024-2025 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ റബീഖ് മരക്കാർ പ്രസിഡന്റ്, സിന്ധു സജീവ സെക്രട്ടറി, കബീർ റഹ്മാൻ ട്രഷറർ, സലാം കുന്നോത്ത് വൈസ് പ്രസിഡന്റ്, മിനി രാജേന്ദ്രൻ വൈസ് പ്രസിഡന്റ്, ഫൈസൽ പുൽപ്പില ജോയിന്റ് സെക്രട്ടറി, ജെസി ജെയിൻ ജോയിന്റ് സെക്രട്ടറി, അബ്ദുൽ നാസർ എക്സിക്യൂട്ടീവ് അംഗം, രാധിക എക്സിക്യൂട്ടീവ് അംഗം. 16/2/2024 കേരള സ്റ്റേറ്റ് കൗൺസിൽ ഭാരവാഹികളുടെ ആദ്യ യോഗം ഓൺലൈനായി ചേരുകയും പ്രവർത്തന ഫണ്ട്, മെമ്പർഷിപ്പ്, തുടർ പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്യുകയും ചെയ്തു. 8/3/2024 എറണാകുളം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ കേരള സ്റ്റേറ്റ് കൗൺസിൽ വനിതാ ദിനാചരണം നടത്തി. സാമൂഹ്യ പ്രവർത്തക ദയാഭായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ കോർഡിനേറ്റർ ആനി ലിബു മുഖ്യ പ്രഭാഷണം നടത്തിയ പരിപാടിയിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് മേരി റോസ്ലെറ്റ് ആശംസകൾ അർപ്പിച്ചു. പരിപാടിയിൽ സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്നുള്ള 10-ലധികം സ്ത്രീകളെ ആദരിച്ചു. 8/3/2025 സ്റ്റേറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം ഓൺലൈനായി നടത്തി. മലപ്പുറം, വയനാട്, തൃശൂർ, തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിലും വനിതാ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. 16/3/2024 തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ പുനഃസംഘടിപ്പിച്ചു. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. 2014 ഏപ്രിൽ വിഷുവിനോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വിഷുക്കണി കോൺടെസ്റ്റ് നടത്തി. ക്യാഷ് ബാലൻസ് ഇൻ ഹാൻഡ് 7355. ബാങ്ക് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 326. മെമ്പർഷിപ്പ് ഫീയുടെ 16,001 രൂപ. ഡൊണേഷൻ 3000. ടോട്ടൽ 91,591. 91,591 രൂപ. ഇതിലൊരു മീറ്റിംഗ് എക്സ്പെൻസ് 15,000 രൂപ. മെമ്പർഷിപ്പ് ഗ്ലോബൽ കോൺട്രിബ്യൂഷൻ 24,000 രൂപ. ഡിസ്ട്രിക്ട് കോൺട്രിബ്യൂഷൻ തിരുവനന്തപുരം 8,160 രൂപ. കേരള മീറ്റ് ഡിസൈനിങ് ചാർജ് 3,500 രൂപ. ആശംസകൾ നൽകുന്നവരുണ്ട്. മിഡിൽ ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് ഷിജി മാത്യുവിനെ ക്ഷണിച്ചു. അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും സിദ്ദിഖ് നമ്മളോട് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞിരുന്നു. എന്താ പറയുക, ഇത് വളരെ സ്നേഹത്തോടും സഹകരണത്തോടും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയി 2 വർഷക്കാലം. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബമായിട്ട് തന്നെ ഇവിടെ പോകുന്നതും ഇനിയും പോകാനുള്ള നമ്മുടെ കേരള സ്റ്റേറ്റ് കൗൺസിലിൽ ഞാൻ നേരിടുന്നുണ്ട്. എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ഘടന രൂപീകരിച്ച് തരാനും നമുക്ക് മുന്നിൽ നിന്ന് നമ്മളുടെ WFൻ്റെ നട്ടലായ നമ്മുടെ ബഹുമാനപ്പെട്ട ഫൗണ്ടർ ചെയർമാൻ അദ്ദേഹത്തെ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ് ഈ നിലവിലെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ഏറ്റവും മെമ്പർഷിപ്പ് എടുത്ത ഒരു ജില്ല ഞങ്ങൾ തിരഞ്ഞെടുക്കുകയുണ്ടായി. അതിൽ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത ജില്ല ആരെങ്കിലും എത്തിയിട്ടില്ലോടെ. അപ്പോൾ ആരെങ്കിലും അത് പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അത് വാങ്ങിച്ചാൽ നന്നായിരിക്കും. എല്ലാ സർക്കാരും എല്ലാ ജില്ലകളും പരിപാടി നടത്തിയതിൽ ഏറ്റവും കൂടുതൽ പരിപാടി സ്വന്തമായിട്ടുള്ള പരിപാടികൾ നടത്തിയ ജില്ല ഞങ്ങൾ തിരഞ്ഞെടുത്തത് തൃശ്ശൂർ. പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാ ജില്ലകളുടെയും മെമ്പർഷിപ്പിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അതാത് സമയത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുകയും അതിൻ്റെ കാർഡ് പ്രിൻ്റ് ചെയ്യുന്നതടക്കമുള്ള സിദ്ദീഖാണ് അതിൻ്റെ കാർഡിൻ്റെ കാര്യങ്ങൾ നോക്കിയെങ്കിലും VM സിദ്ദീഖിനെ സഹായിക്കാനായിട്ട് ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുകയും മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ഫോറം കോർഡിനേറ്ററാണ് ഇന്ന് നമ്മൾ ഏറ്റവും നല്ല ഫോറം കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുത്തത് ശ്രീമതി മേരി ജോസഫിനെ ക്ഷണിച്ചത്. വിദ്യാഭ്യാസ അവാർഡ് നൽകിയിരുന്നു. അപ്പം അന്ന് ഒരു കുട്ടിയുടെ പേര് അന്ന് നമുക്കവിടെ വൈകിയാണ് കിട്ടിയത്. അന്ന് നൽകാൻ സാധിച്ചില്ലായിരുന്നു. ധന്യ രാധാകൃഷ്ണൻ SSLCക്ക് അന്ന് മാർക്ക് നേടിയ. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ റഫീഖ് മരക്കാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഇതിൻ്റെ ഫൗണ്ടർ നേതാവായ പ്രിൻസ് പള്ളിക്കുന്നിൽ, സ്റ്റേറ്റ് അംഗങ്ങളെ, സുഹൃത്തുക്കളെ, നല്ല
പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് 2 കൊല്ലം പൂർത്തിയാക്കി റഫീഖ് മലക്കാരൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. പ്രധാനമായിട്ടും 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ. വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല ആളുകളും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വരുമ്പോൾ ചോദിക്കും, ഞങ്ങൾക്ക് ഇതിൽ എന്താണ് നേട്ടമെന്ന് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായ ഞങ്ങളോട് ഒട്ടനവധി ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങൾക്കിതിൽ എന്താണ് നേട്ടം. നിന്ന് പോയൊരു കലാരൂപം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ വായനശാലകളൊക്കെ ഇല്ലാണ്ടായിപ്പോയി. നമ്മുടെ പ്രദേശത്തൊന്നും ക്ലബ്ബുകൾ ഇല്ലാതെയായിപ്പോയി. അപ്പോൾ അയൽവക്ക സ്നേഹങ്ങൾ ഇല്ലാതെയായിപ്പോയി. തൊട്ടടുത്ത വീട്ടുകാരനെ പോലും അറിയാത്ത സാഹചര്യത്തിലേക്ക് കേരളം മാറി. ആ മാറ്റങ്ങളൊക്കെ നമുക്കത് തിരുത്തി എഴുതണം. UAE നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് നജീമോ, പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ എല്ലാം ആദരണീയനായ ഫൗണ്ടർ ചെയർമാൻ ശ്രീ പ്രിൻസിപ്പൽ പള്ളിക്കുന്ന്, ശ്രീ റിജാസ്, പിന്നെ എൻ്റെ സഹപ്രവർത്തകരായ സിയാദ് കൊടുങ്ങല്ലൂർ. സംഘടനയുടെ 10 വർഷം കൊണ്ട് വളരെ 167 രാജ്യങ്ങളിലും നമുക്ക് ബന്ധങ്ങളും പ്രസ്ഥാനവും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു സാധാരണ സംഘടനയ്ക്ക്, ഒരു ഗ്ലോബൽ സംഘടനയ്ക്ക് സാധ്യമല്ലാത്ത കാര്യമാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും സംഘടനയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ ആദ്യഘട്ടം ആലുവയിലും 2ാം ഘട്ടം കാക്കനാടുമാണ് നടത്തിയത്. ഞാനതിൽ പങ്കെടുത്ത ഒരാൾ എന്ന നിലയിൽ ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യം ചോദിക്കും. നമസ്കാരം. ഏറ്റവും ബഹുമാന്യനായ പ്രിൻസാർ, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ WMF കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത്. WMF-ൽ ഒരു അംഗമാകാൻ സാധിച്ചതിലും ഇന്ത്യ നാഷണൽ വൈസ് പ്രസിഡന്റായിട്ട് നിലനിൽക്കാൻ സാധിച്ചതിലും ഒത്തിരി അഭിമാനിയാണ് ഞാൻ. എല്ലാവരും ഫുഡ് കൊടുക്കുമായിരിക്കും, ചെന്ന് കാണുമായിരിക്കും, സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമായിരിക്കും. പക്ഷേ ഇതുപോലെ ഒരു പ്രവൃത്തി ആദ്യമായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്കും എൻ്റെ ടീമിനും ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ഒത്തിരി സന്തോഷവതിയാണ്. ഞാൻ സമയം വൈകി, ഞാൻ പ്രസംഗിക്കണില്ല. എല്ലാവരും വിശന്നിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഫൗണ്ടർ ചെയർമാൻ പ്രിൻസിപ്പൽ പള്ളിക്കുന്ന് ഇവിടെ വന്നപ്പോൾ ഈ സദസ്സിന് തന്നെ ഒരു ധന്യമായ മുഹൂർത്തമായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പ്രത്യേകിച്ച് പ്രിൻസ് സാറിന് 1-2 കേസുകൾ ആശംസ പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുണ്ട്. ഞാൻ സൗദി എന്നാവുകൊണ്ട് പറയാണ്, നാട്ടിൽ നിന്ന് കുറേ ആളുകൾ നമ്മളെ നന്നാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിലേക്ക് കയറ്റി വിടുന്നുണ്ട്. വിടുന്ന കാരണം ഒരു 10ഓളം കേസുകൾ അറ്റൻഡ് ചെയ്ത ആളാണ് ഞാൻ മാത്രമല്ല, നൗഷാദ് ആലുവ ഗ്ലോബൽ സെക്രട്ടറി, അതേപോലെ ഷിഹാബ് കൊട്ടുകാട് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അപ്പോൾ എംബസിയിൽ നിന്നാണ് അവർ വിളിക്കുക. ചിലപ്പോൾ കയറ്റി വിടാൻ വേണ്ടി നമ്മൾ എയർപോർട്ടിൽ എത്തുന്ന ആൾക്കാർ കോക്പിറ്റിലൊക്കെ കയറി, അല്ലെങ്കിൽ അവിടെ എയർപോർട്ടിലുള്ള ആളുകളെ ഉപദ്രവിക്കുക, ഫ്ലൈറ്റിൽ നിന്ന് ആളുകളെ ഉപദ്രവിച്ചിട്ടൊക്കെയാണ്. അവിടുന്ന് നമ്മൾ ഇറക്കി എടുക്കാൻ വേണ്ടി ഒരു ദിവസം പിന്നാലെ നടക്കണം. പട്ടിണി കിടന്നിട്ട് നമ്മൾ ണ്ട്. അത് നമ്മുടെ ഗ്ലോബൽ ജോയിന്റ് ട്രഷറർ ശ്രീ VM സിദ്ദീഖ് വായിക്കും. അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി 9 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉള്ളത്. കൂടാതെ 17 അംഗ ഫോറം കോർഡിനേറ്റർമാരാണ് നമുക്ക് ഈ തിരഞ്ഞെടുക്കേണ്ടത്. ഒരു പാനലാണ് ഉള്ളത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം 9 പേരിൽ 14 ജില്ലയുണ്ടെങ്കിലും എല്ലാ ജില്ലക്കാരെയും നമുക്കതിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. എറണാകുളം നാസറിനാണ്. സെക്രട്ടറി ആയിട്ട് ഹഫീസ് പൊന്നേരി കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ട്രഷറായിട്ട് ബിനോയ് വടക്കൻ തൃശ്ശൂർ ജില്ലയാണ്. ഒന്ന് നാസർ പ്രസിഡന്റായിട്ട് നാസർ, സെക്രട്ടറി ഹഫീസ് പൊന്നേരി. അന്ന് ഹഫീസിനാണ് പോകുന്നത്. അതെ,
ഒരു വൈസ് പ്രസിഡൻ്റായിട്ട് ലീന സാജൻ. നമ്മുടെ ബൈലോ പ്രകാരം ഒരു വൈസ് പ്രസിഡൻറ്റും ഒരു ജോയിൻറ്റ് സെക്രട്ടറിയും വനിതയായിരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ലീന സാജൻ ഒരു വൈസ് പ്രസിഡൻ്റായിട്ടും ജോയിൻറ്റ് സെക്രട്ടറി അബ്ദുള്ള കുഞ്ഞ് കാസർഗോഡ്, അബ്ദുള്ള കുഞ്ഞ് സെക്രട്ടറി സുമിത്ര സത്യനാണ്. അവരിന്ന് ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 2 എക്സിക്യൂട്ടീവ് മെമ്പർമാരിൽ ഒന്ന് PS ഷാജി, ആലപ്പുഴ ജില്ലയിൽ നിന്നും PS ഷാജി, പിന്നെ ഒന്ന് തിരുവനന്തപുരത്ത് നിന്നും ഫിലിപ്പ് ജേക്കബ്, അദ്ദേഹം ഇന്ന് എത്തില്ലാന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോറം കോർഡിനേറ്റർമാർ എല്ലാ ഫോറം ആയിട്ടില്ല എങ്കിലും ആയ ഫോറം കോർഡിനേറ്റർമാർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ചാരിറ്റി ഫോറം കോർഡിനേറ്ററായിട്ട് കബീർ റഹ്മാൻ കോട്ടയത്ത് ജില്ലയിൽ നിന്ന്, വുമൻസ് ഫോറം കോർഡിനേറ്റർ മേരി ജോസഫ് എറണാകുളം ജില്ലയിൽ നിന്ന്, മീഡിയ ഫോറം കോർഡിനേറ്റർ സുധീഷ് ആലപ്പുഴ ജില്ല, ആർട്ട് ആൻഡ് കൾച്ചറൽ ഫോറം കോർഡിനേറ്റർ ലിജ സാമുവൽ തിരുവനന്തപുരം ജില്ല, സ്പോർട്സ് ഫോറം കോർഡിനേറ്റർ ജെറി തൃശ്ശൂർ ജില്ല, ഈവൻറ്റ്സ് ഫോറം കോർഡിനേറ്റർ റോയ് വർഗീസ് എറണാകുളം ജില്ല, അഗ്രികൾച്ചർ ആൻഡ് എൻവോൾവ്മെൻറ്റ് ഫോറം കോർഡിനേറ്റർ അഷ്റഫ് കൊട്ടാരം വയനാട് ജില്ല, മെമ്പർഷിപ്പ് ഫോറം കോർഡിനേറ്റർ സുനീർ KM എറണാകുളം ജില്ല, ടൂറിസം ഫോറം കോർഡിനേറ്റർ ജെസി ജയ് ഇടുക്കി ജില്ല. ബാക്കി സ്റ്റുഡൻ്റ് ആൻഡ് യൂത്ത് PR ഫോറം, ഹെൽത്ത് ഫോറം, മലയാളം ഫോറം, IT ഫോറം, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫോറം, പ്രവാസി വെൽഫെയർ ഫോറം. ഇത് തിരഞ്ഞെടുക്കാനുണ്ട്. അതെന്തായാലും നമുക്ക് അടുത്ത കമ്മിറ്റിയിൽ ഇവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് അത് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പാറ്റേണായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കരീം പന്നിത്തളത്തിന് തന്നെയാണ് ഈ വർഷവും പാറ്റേണായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഉള്ളൊരു പാനൽ. അപ്പോൾ ഈ പാനൽ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ കൈയടിച്ചൊന്ന് പാസ്സാക്കുക. അടുത്തായിട്ട് നമുക്ക് ഒരു ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ച് ചെറിയൊരു കേക്ക് കട്ടിങ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരാൾ കൂടെ ഉണ്ട്. പുതിയ പ്രസിഡന്റ് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കും. പുതിയതായി അല്ല, കഴിഞ്ഞ അതിന് മുമ്പത്തെ ടൈമിൽ 2 വർഷം പ്രസിഡൻ്റായിട്ട് ഇരുന്നതാണ്. പിന്നീട് ഇപ്പോൾ വീണ്ടും എൻ്റെ സുഹൃത്തുക്കളുടെ സമ്മർദ്ദത്തിനും കൂടി വഴങ്ങിയാണ് വീണ്ടും പ്രസിഡൻ്റ് ആവാൻ വേണ്ടി വന്നിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവിടെ ഇന്ന് തെരഞ്ഞെടുത്ത പുതിയ എല്ലാ ഭാരവാഹികൾക്കും, ടിവിനാസ് അടക്കമുള്ള എല്ലാ ഭാരവാഹികൾക്കും നിലവിലെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീമതി മിനി രാജേന്ദ്രനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയങ്കരനായ ഗ്ലോബൽ ചെയർമാൻ പ്രിൻസ് പള്ളിക്കുന്നേൽ അദ്ദേഹം അവർ, കൂടാതെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന തളരും മിഴിപ്പൂ Oh
തിരുകുറുമ്പ